ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുകേഷ് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു, ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് കയറി പിടിക്കുവാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയ ഒരാളാണ് നടി മിനു മുനീർ. ഇതേ മിനു മുനീറാണ് 2.5 വർഷം മുമ്പ് സ്വന്തം അയൽവാസിക്കെതിരെ കേസ് കൊടുത്തത്. ഫ്ലാറ്റിൽ കയറി തന്നെ തല്ലി എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു ഫേക്ക് പരാതി ആണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവർ വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരി ആണെന്നാണ്. പീഡനം നേരിടുന്നവരും അത് ആരോപിക്കുന്നവരും ആകെ മൊത്തം ഒരു ഉഡായിപ്പ പോലെ. ഇതൊക്കെ ആണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്ത് കളികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. യഥാർത്ഥ സത്യമൊന്നുമല്ല ഇതുവരെ കണ്ടതും കേട്ടതും. അമ്മ സംഘടനയിൽ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. പലരും അറിഞ്ഞു കാണും, മോഹൻലാൽ സ്വമേധയാ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് കൂട്ടരാജികളും പിന്നെ സംഘടന തന്നെ പിരിച്ചു വിടേണ്ടി വന്നു. ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഇതിനൊക്കെ ഇടവെച്ചത് ഇതിൽ ഉൾപ്പെടുന്ന പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. എല്ലാ മാസം 1-ാം തീയതി സംഘടന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് തുടരുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ സംഘടന രൂപീകരിക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ചർച്ചകളൊക്കെ ഒരു വശത്ത് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും പറയുന്നത് ജഗദീഷിനെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നാണ്. ചിലർ പറയുന്നു ഒരു സ്ത്രീയെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുന്നതാണ് നല്ലത് എന്നാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച് മിനു മുനീർ ചില കാര്യങ്ങൾ സംസാരിച്ചത്. മുകേഷിനെ കൂടാതെ മറ്റു 2 പേർക്കെതിരെയും മിനു മുനീർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയിൽ അംഗത്വം കിട്ടുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണ് മിനു പറയുന്നത്. ഇടവേള ബാബുവിനെ കുറിച്ചിട്ടും ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ജയസൂര്യക്കെതിരെയും ഇവർക്കെതിരെയൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുമൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനു പത്രക്കുറിപ്പ് വഴി മുകേഷ് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ആ പത്രക്കുറിപ്പ് റിപ്പോർട്ടർ TV മിനു മുനീറിനെ വിളിച്ചു ഒരു ചാനൽ ചർച്ച എന്ന പോലെ അത് മിനു മുനീറിനെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾക്കൊന്ന് കേട്ടിട്ട് വരാം. മിനു, ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലാണല്ലോ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ 2009-ൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന് അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി. അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം അയച്ചു. ആ സമയത്തൊന്നും എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തു. 2009-ൽ മിനു മുനീർ സിനിമയ്ക്ക് വേണ്ടി തന്നെ സമീപിച്ചു എന്നാണ് മുകേഷ് പറയുന്നത്. നോക്കാമെന്ന് പറഞ്ഞ് മുകേഷ് അവരെ മടക്കി അയച്ചതായിട്ടും പറയുന്നു. തൻ്റെ സ്വഭാവത്തെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് മിനു മുനീർ മുകേഷിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്നാണ് മുകേഷ് പറയുന്നത്. അപ്പോൾ 2009-ലാണല്ലോ വാട്സപ്പ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇന്ത്യയിൽ വരുന്നത് 2010-ലാണ് എന്നാണ് അറിവ്. അപ്പോൾ എങ്ങനെയാണ് മെസ്സേജ് വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ബാക്കി കൂടെ കുറച്ച് കേട്ടിട്ട് വരാം. പിന്നീട് കുറേ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. 2022-ൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്തവണ അവർ മിനു മുനീർ എന്ന് പരിചയപ്പെടുത്തി. തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതിയെന്നായി. ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു. ആ പണം നൽകാതിരുന്നതിനെ തുടർന്ന് പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടെന്ന് സ്ത്രീ മറ്റൊരു മുകേഷ് പിന്നീട് പറയുന്നത് 2009-ന് ശേഷം കുറേ കാലം അത് കഴിഞ്ഞിട്ട് മിനു മുനീറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നീട് 2022-ൽ, അതായത് ഒരു 13 വർഷം കഴിഞ്ഞാണ് ഇവർ തിരിച്ചു വരുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. 1 ലക്ഷം രൂപയെങ്കിലും മിനിമം തരണം എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ടാണ് മുകേഷ് പറയുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ ചുമ്മാ കാശ് ചോദിക്കുന്നത് എന്നും മനസ്സിലാകുന്നില്ല. കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും കാരണം വെച്ചുള്ള ഭീഷണി പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇനി ബാക്കി കണ്ടിട്ട് വരാം. പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഇവരുടെ ഭർത്താവെന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻതുക ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ എനിക്കയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്.
അപ്പോൾ തെളിവുകൾ ഉണ്ടത്രേ അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മുകേഷിൻ്റെ മറുപടി. അതുപോലെ പണം ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ വ്യക്തി വൈരാഗ്യം ഇവർ തീർക്കുകയാണെന്നാണ് മുകേഷ് പറയുന്നത്. ഇതിന് മിനു മുനീറിൻ്റെ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ 2022 അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ ഒരു MLA ആയ അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധിക നിമിഷം വേണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിനോട്. ഈ 2009 നാടക മൂലകം അത് അന്നാണ് എന്നോട്. നിങ്ങൾ ആ പരിചയത്തിന്റെ വർഷമൊക്കെ കറക്റ്റ് ആണോ? 2009 പരിചയം. അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത്? കാരണം 2009 ഈ പറഞ്ഞോളൂ. കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കലണ്ടർ എന്നുള്ള സിനിമ 2009 എനിക്ക് എന്റെ വിശ്വാസം. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് എന്തുവാ? ബെഡ് ഷെയറിങ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയി. എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരളം വിട്ടു പോയതെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്കുണ്ട്. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക, ചേച്ചി റെഡിയാണോ, അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ, സിനിമ ഉണ്ട്, ചേച്ചിക്ക് നല്ല റോളുണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത്? എനിക്ക് എന്തെങ്കിലും അല്ല മിനു, ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ, താങ്കൾക്ക് 7 പേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത്. നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്കിനി വേണ്ടത്. കാരണം ഇത് ജനം കാണുകയാണല്ലോ. 2009 നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ? 2009 അന്ന് നിങ്ങൾ മിനു കുര്യനായിരുന്നോ? അതെ. 2022 ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. ഒരു സ്ത്രീ ബ്ലാക്ക്മെയിൽ 2 വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ട് ഇരുന്നു? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഞാൻ പറയാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ. നമ്മൾ നേർക്കുനേരം നമ്മൾ പോലീസ് ഓഫീഷ്യൽസിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ്. അവിടെ കാണിച്ചോളൂ. എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ അദ്ദേഹം എവിടെ നിന്നുള്ള തെളിവ് വെക്കും? എനിക്ക് നന്നായിട്ട് റിയലി കോൺഫിഡൻസ്. മിനു മുനീർ വന്നിട്ട് മുകേഷിൻ്റെ മറുപടി അപ്പാടെ തള്ളിക്കളയുകയാണ്. 2009 ഇവരുടെ പേര് വന്നിട്ട് മിനു കുര്യൻ എന്നായിരുന്നു. പിന്നീടാണ് പേര് മാറ്റി മിനു മുനീർ എന്നായത്. അതുപോലെ തന്നെ മിനുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ചില കാര്യങ്ങളും അറിയുവാനായിട്ട് ഇടയായി. അതായത് മിനു മുനീറുമായി ബന്ധപ്പെട്ട് ഒരു 3 വർഷം മുമ്പ് ഒരു കേസുമായി അന്ന് മിനുവിൻ്റെ ഫ്ലാറ്റ് കോർഡിനേറ്റർ ആയ അയൽവാസിക്കെതിരെ ഒരു കേസ് അവർ കൊടുത്തിരുന്നു. ഫ്ലാറ്റിൽ കയറി തന്നെ അയൽവാസി തല്ലി എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ്. അത് കണ്ടിട്ട് വരാം. ആലുവ കിഴക്കേദേശം പെറ്റൂണിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന തൊടുപുഴ സ്വദേശിനിയായ സിനിമാ താരം മിനു മുനീറാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഫ്ളാറ്റിന്റെ പ്രോജക്ട് കോർഡിനേറ്റർ പത്തനംതിട്ട അടൂർ സ്വദേശിനി സുമിത മാത്യു, സഹായി മനോജ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി. സുമിതയും സഹായിയും ചേർന്ന് തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി. മർദ്ദനമേൽക്കുന്ന സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. യുവാവിന്റെ അടികൊണ്ട് വീഴുന്ന വീഡിയോ ദൃശ്യവും പരാതിക്കൊപ്പം മിനു മുനീർ കൈമാറിയിരുന്നു. ഈ പരാതിയിൽ പ്രതികൾക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് നടിക്കെതിരെ പരാതിയുമായി ആദ്യ കേസിലെ പ്രതികൾ രംഗത്തെത്തി. നടി മിനു മുനീറാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുമിത മാത്യു പറയുന്നു. പരാതിയിലും പോലീസ് കേസെടുത്തു. അടി നടക്കുമ്പോൾ വനിതാ പോലീസ് ഇല്ലാതിരുന്നതാണ് ഇടപെടാതിരുന്നതിന് കാരണമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ 2 സ്ത്രീകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് പോലീസിന്റെ കൺമുമ്പിൽ ഒരു പുരുഷൻ തന്നെ കായികമായി ആക്രമിച്ചിട്ടും ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് സിനിമാ താരം മിനു മുനീർ പറഞ്ഞു. ഞാനത് റിയാക്ട് ചെയ്തു, ഞാൻ തടഞ്ഞു എന്നത് സത്യം തന്നെ. അതൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീയോട് എന്ത് ചെയ്യാൻ നമ്മളെ പേടിക്കുന്നത്? അതുകൊണ്ട് സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ആദ്യമേ നിങ്ങളുടെ ബിൽഡറിനോട് വരാൻ പറ, എന്നിട്ട് ഞങ്ങളുടെ ഈ പ്രോബ്ലം ഒക്കെ തീർത്തിട്ട് മതി നിങ്ങളുടെ ബിസിനസ്. ഇത് അപ്പൊ ഞങ്ങൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഉന്തും തള്ളി ഉണ്ടായി. ഉടനെ പെട്ടെന്ന് പുള്ളിക്കാർ കൊണ്ടുവന്ന ഗുണ്ട ചാടി വീട് വളരെ ബ്രൂട്ടലി ആയിട്ടാണ് എന്നെയാണ് അറ്റാക്ക് ചെയ്തത്. പോലീസും ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് തുറക്കാത്തോണ്ട് ഇവർ പോലീസിനെ വിളിച്ചിരുന്നു. അപ്പൊ പോലീസിനോട് ഞാൻ പറഞ്ഞു, സാർ ഇത് ചെയ്യുന്നത് വളരെ. ആലുവയിലെ ഫ്ളാറ്റിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് നടി മീനു മുനീർ രംഗത്തെത്തിയ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ്. നടി തന്നെയാണ് ആക്രമിച്ചതെന്നും തന്റെ മാതാപിതാക്കൾക്കുമേൽ ഉൾപ്പെടെ അവർ അസഭ്യവർഷം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിലെ അന്തേവാസിയായ വീട്ടമ്മയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയത്തിൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നടി തന്നെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുകയും പിടിച്ചു തള്ളി താഴെയിടുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു.
ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ ഓഫീസ് മുറി നിർമ്മിച്ചതിന്റെ പേരിലുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത്. സംഭവത്തിൽ സിനിമാ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മീനുവിന്റെ പരാതിയിൽ ബിൽഡറുടെ ജീവനക്കാരിക്കും സഹായിക്കുമെതിരെയാണ് കേസെടുത്തെങ്കിലും എതിർവിഭാഗത്തിന്റെ പരാതിയിൽ താരത്തിനെതിരെയും കേസെടുത്തു. പെറ്റൂണിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന തൊടുപുഴ സ്വദേശി മീനു കുര്യൻ എന്ന മീനു മുനീറയുടെ പരാതിയിൽ ഫ്ളാറ്റിന്റെ പ്രോജക്ട് കോഓർഡിനേറ്റർ പത്തനംതിട്ട അടൂർ സ്വദേശി സുമിത മാത്യു, സഹായ് മനോജ് എന്നിവർക്കെതിരെയാണ് കേസ്. പരാതിക്കൊപ്പമുള്ള CCTV ദൃശ്യത്തിൽ പുരുഷന്റെ അടിയേറ്റ് നടി നിലത്ത് വീഴുന്നുണ്ട്. ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ അനധികൃതമായി ഓഫീസ് മുറി നിർമ്മിച്ചത് ചോദ്യം ചെയ്ത തന്നെ സുമിത മാത്യുവും സഹായം ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു മീനുവിന്റെ പരാതി. എന്നാൽ 2 ദിവസത്തിന് ശേഷം സുമിത മാത്യു മറ്റൊരു വീഡിയോ ദൃശ്യം സഹിതം പോലീസിനെ സമീപിച്ചു. ഇതിൽ സുമിത മാത്യുവിനെ നടി പിന്തുടർന്ന് മർദ്ദിക്കുന്നുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച് ഓഫീസിലേക്ക് കയറിയതിനാൽ ഈ സമയം പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ ഇവരെ പിടിച്ചു മാറ്റാനായില്ല. ഓഫീസ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്നും പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിച്ചതാണെന്നും ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു. ഫ്ളാറ്റിൽ സിനിമ ചിത്രീകരണം നടത്താൻ അനുമതി തേടിയപ്പോൾ അത് നിഷേധിച്ചതിന്റെ വൈരാഗ്യമാണ് പരാതിക്കും ആക്രമണത്തിനും പിന്നിലെന്നും മീനുവിനെതിരെ സുമിതയും കൂട്ടരും പരാതിയിൽ പറയുന്നു. ഇരു കൂട്ടരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് നെടുമ്പാശ്ശേരി CI. എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നത് മീനു മുനീറാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ പരാതികളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ഓരോരോ ദിവസവും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും പലരും ആരോപണങ്ങളുമൊക്കെ ഉന്നയിച്ചു വന്നിരുന്നു. അതിൻ്റെ കൂടെ സോണിയ എന്ന ഒരു സ്ത്രീയും ജയസൂര്യക്കെതിരെ അത് പേരൊന്നും പറയാതെ ഒരു ആരോപണം കൊണ്ടുവന്നത് പിന്നീട് അവർ തന്നെ മാറ്റി പറയാനായിട്ട് ഇടയായി. മീനു മുനീറാണെങ്കിൽ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ എപ്പോഴും കേസ് കൊടുക്കുന്ന ഒരാളാണ് മീനു മുനീർ. ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഉടായിപ്പുകൾ പോലെ ഉണ്ടോ എന്നുള്ളൊരു സംശയവും കേൾക്കുമ്പോൾ തോന്നുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആരോപണങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നത്? ചിലരൊക്കെ ഇത് മാറ്റി പറയുകയും ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ലക്ഷ്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും അന്വേഷണങ്ങൾ മുറക്കി നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ കാര്യങ്ങൾ, എന്താണ് യഥാർത്ഥ വസ്തുത, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്കും ഇത് കേൾക്കുന്നവർക്കും ആളുകൾക്കുമൊക്കെ അതുവരെ കാത്തിരുന്ന് എന്താണെന്ന് സത്യാവസ്ഥ എന്ന് അറിയാൻ ഉള്ള ഒറ്റൊരു വഴിയേ ഇതിൽ ഉള്ളൂ. എന്താണ് സത്യം, എന്താണ് നടക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു പ്രസക്തി ഓർത്താണ് ഇത് ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള ഇനിയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.